ഏവർക്കും പൈത്തണിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഫോർ ലൂപ്പിനെ കുറിച്ച് പഠിക്കാം. കഴിഞ്ഞ വീഡിയോയിൽ വൈൽ ലൂപ്പിനെ കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. അതിൽ നമ്മൾ കണ്ടത് ഒരു കണ്ടീഷൻ അനുസരിച്ചാണ് വൈൽ ലൂപ്പ് വർക്ക് ചെയ്യുന്നത്. എന്നാൽ ഫോർ ലൂപ്പ് വർക്ക് ചെയ്യുന്നത് സീക്വൻസ് അനുസരിച്ചാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാനിവിടെ എക്സ് എന്ന ഒരു വേരിയബിൾ കൊടുത്തു. അതിലോട്ട് ഒരു പേര് കൊടുക്കുകയാണ്, റോണി, 2, 3.5 ഇങ്ങനെ വിവിധ നമ്പറുകൾ കൊടുത്തു. അപ്പോൾ ഇത് ഒരു സ്ട്രിങ് ആണ്, ഇതൊരു ഇൻറ്റിജറാണ്, ഇതൊരു ഫ്ലോട്ടിംഗ് നമ്പറാണ്. അപ്പോൾ ഇത് നമുക്ക് പ്രിൻറ്റ് ചെയ്യാനായിട്ട് പ്രിൻറ്റ് എക്സ് എന്ന് കൊടുത്താൽ മതി. അതിന് ശേഷം ഞാനിത് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇവിടെ ആ പ്രിൻറ്റ് അതുപോലെ തന്നെ കിട്ടിയിരിക്കണം, റോണി 2, 3.5 എന്ന്. എന്നാൽ ഇത് ഞാൻ ഫോർ ലൂപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് വരുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഫോർ ലൂപ്പ് ഉപയോഗിക്കുകയാണ്. ഫോർ, അതിനുവേണ്ടി ഞാനൊരു ലെറ്റർ എഴുതിക്കുകയാണ്, ഐ. അപ്പോൾ ഇത് എക്സിലോട്ട് വേണം കൊടുക്കാനായിട്ട്. ഐ ഇൻ എക്സ്. അതായത് ഇനി ഇത് എക്സിലുള്ള ഓരോ വേരിയബിളിനെ ആയിരിക്കും നോക്കുന്നത്. 1 റോണി, 2 2, 3 3.5. ഇനി പ്രിൻറ്റ് ഐ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. പ്രിൻറ്റ് ഓഫ് ഐ കൊടുത്തു. ഇനി പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. കണ്ടോ, റോണി 2, 3.5 എന്നുള്ളത് താഴോട്ടായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഫോർ ലൂപ്പിൻ്റെ ഒരു പ്രത്യേകത. ഇനി ഞാൻ ഇതിന് പകരം ഒരു പേരാണ് അടിച്ചു കൊടുക്കുന്നത് നോക്കുക. ഉദാഹരണത്തിന് രാഹുൽ എന്നടിച്ചു കൊടുത്തു. ഐ ഇൻ എക്സ് തന്നെ പ്രിൻ്റ് ഐ കൊടുത്തു കഴിഞ്ഞാൽ ഇനി റൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, RAHUL താഴോട്ട് ഇങ്ങനെ വരുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ 4 ഇൻ എക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ എക്സിലെ ഓരോ വാല്യൂസും ഇങ്ങനെ താഴോട്ടായിരിക്കും കാണിക്കുന്നത്. ഇതാണ് ഫോർ ലൂപ്പിൻ്റെ ഒരു പ്രത്യേകത. ഇനി ഫോർ ലൂപ്പിൻ്റെ മറ്റൊരു പ്രത്യേകത നമുക്ക് നോക്കാം. ഇനി ഞാൻ ഫോർ ലൂപ്പ് മറ്റൊരു രീതിയിൽ ഉപയോഗിക്കണം. ഫോർ ഐ ഇൻ റേഞ്ച് ഓഫ് 10 എന്ന് കൊടുത്തു. അതിനുശേഷം ഞാൻ പ്രിൻ്റ് കൊടുക്കുകയാണ്. പ്രിൻ്റ് ഐ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് വരുന്നത് നോക്കാം. ഇത് റൺ ചെയ്ത് നോക്കുകയാണ്. കണ്ടോ, 0 തൊട്ട് 9 വരെയുള്ള സംഖ്യകളാണ് ഇവിടെ പ്രിൻ്റ് ചെയ്ത് വന്നത്. അതായത് ഇൻ റേഞ്ച് കൊടുക്കുകയാണെങ്കിൽ 10 വരെയുള്ള നമ്പർ ആണ് നമുക്കിവിടെ പ്രിൻറ്റ് ചെയ്ത് കിട്ടുന്നത്. 10 താഴെയുള്ള എല്ലാ നമ്പറും നമുക്ക് ഇവിടെ പ്രിൻറ്റ് ചെയ്ത് കിട്ടുന്നതാണ്. ഇനി 11 തൊട്ട് 20 വരെയുള്ള നമ്പറാണ് കൊടുക്കുന്നതെങ്കിലോ, അങ്ങനെയാണ് എങ്കിൽ റേഞ്ച് 11, എത്ര വരെ പോകണം, 20 വരെയാണ് വേണ്ടത്. അപ്പോൾ അതിനേക്കാൾ 1 കൂട്ടി കൊടുക്കണം. 21, എത്ര വീതം കൂട്ടി വരണം, ഓരോന്ന് വീതമാണ് കൂട്ടണത്. അതായത് 11 കഴിഞ്ഞാൽ പിന്നെ 12, അത് കഴിഞ്ഞ് 13, അങ്ങനെയാണ് കൂട്ടണമെങ്കിൽ 1 വീതം കൂട്ടി കൊടുക്കുക. അതിനുശേഷം പ്രിൻറ്റ് ഐ കൊടുത്തു കഴിഞ്ഞ് അതിന് റൺ ചെയ്തു നോക്കുക. 11 തൊട്ട് 20 വരെയുള്ള സംഖ്യകൾ നമുക്കിവിടെ കിട്ടിയിരിക്കുകയാണ്. ഇനി അതിനകത്ത് ഓരോ 2 സംഖ്യകൾ വീതമാണ് കിട്ടുന്നതെങ്കിലോ, അതായത് 11, 13 എന്നുള്ള സംഖ്യകളാണ് കിട്ടുന്നതെങ്കിൽ 2 കൊടുക്കുക. അതിനുശേഷം റൺ ചെയ്ത് നോക്കുക. 11, 13, 15, 17, 19 എന്നിങ്ങനെ വാല്യൂസ് കിട്ടുന്നതാണ്. ഇനി ഇത് ഡിസെൻഡിങ് ഓർഡറിൽ കിട്ടാനായിട്ട് എന്ത് ചെയ്യണം, അതായത് 20 തൊട്ട് 11 വരെ കിട്ടണം. അതിനായിട്ട് ഇവിടെ 20 കൊടുക്കുക. ആദ്യം 20 കൊടുക്കുക. അതിനുശേഷം ഇവിടെ 10 കൊടുക്കുക. അതിനുശേഷം ഇവിടെ -1 കൊടുത്താൽ മതി. അതിനുശേഷം ഇത് റൺ ചെയ്ത് നോക്കുക എന്താണ് സംഭവിക്കുന്നത്. കണ്ട, 20 തുടങ്ങി 11 വരെ നമുക്ക് ഡിസെൻഡിങ് ഓർഡറിൽ കിട്ടിയിരിക്കുകയാണ്. ഇനി ഇവിടെ -2 ആണെങ്കിൽ 20 തുടങ്ങി ഉള്ള ഇരട്ട സംഖ്യകളായിരിക്കും കിട്ടുന്നത്. 20, 18, 16, 14, 12 ഇങ്ങനെയുള്ള നമ്പറുകൾ കിട്ടും. അപ്പോൾ ഇത് ഫോർ ലൂപ്പിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഇനി ഫോർ ലൂപ്പിനകത്ത് മറ്റൊരു കണ്ടീഷൻ നമുക്ക് നോക്കാം. നമുക്ക് ഫോർ ലൂപ്പിൽ 1 തൊട്ട് 100 വരെയുള്ള സംഖ്യകളിൽ 5 കൊണ്ട് ഹരിക്കാവുന്ന സംഖ്യകളെല്ലാം നമുക്ക് പ്രിൻറ്റ് ചെയ്യണം നോക്കാം. അങ്ങനെയെങ്കിൽ ഫോർ ഐ ഇൻ റേഞ്ച് 1 to 100 കൊടുക്കുക. അതിനുശേഷം ഈഫ് കണ്ടീഷൻ കൊടുത്താൽ മതി. ഈഫ് ഐ മോഡിറ്റഡ്, ശിഷ്ടം ആണ് വേണ്ടത്. ഐ മോഡ് 5 ഈക്വൽ ടു 0 ആയി കൊടുക്കുക. അതായത് ഐയുടെ ഓരോ വാല്യൂവിനെയും 5 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം കിട്ടുവാണെങ്കിൽ അത്തരം സംഖ്യകൾ മാത്രമേ പ്രിൻറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതിനായിട്ടുള്ള കമാൻഡാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രിൻറ്റ് ഐ എന്ന് കൊടുക്കുക. അടിയിലത്തെ പ്രിൻറ്റ് ഒഴിവാക്കുക. പ്രോഗ്രാം റൺ ചെയ്ത് നോക്കും. കണ്ടോ, നമുക്കിവിടെ വാല്യൂസ് കിട്ടിയിരിക്കുകയാണ്. 5, 10, 15, 20, 25, 30, 35, 40, 45 ഇങ്ങനെ വാല്യൂസ് കിട്ടിയിരിക്കുകയാണ്.
ഇനി 5 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ വരാത്ത സംഖ്യകളാണെങ്കിൽ നോട്ട് ഈക്വൽ ടു കൊടുക്കണം. അപ്പോൾ നോട്ട് ഈക്വൽ ടു വരാനായിട്ട് ഇവിടെ നോട്ട് എന്നുള്ള സിമ്പിൾ കൊടുത്താൽ മതി. അത് ഷിഫ്റ്റ് ഞെക്കി പിടിച്ചുകൊണ്ട് കീബോർഡിലെ 1 ഞെക്കിയാൽ മതി. അപ്പോൾ നോട്ട് ഈക്വൽ ടു 0 ആക്കുക. അതിനുശേഷം പ്രിൻ്റ് ആയി കൊടുക്കുക. ഇനി ഈ പ്രോഗ്രാം റൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ 5 ഒഴിച്ച് 5ൻ്റെ ഗുണിതങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ നമ്പറുകളും ഉണ്ടാകും. 1 2 3 4 5 6 7 8 9 11 12 13 14 15 16 ഇങ്ങനെ പ്രിൻ്റ് ചെയ്ത് കിട്ടുന്നതാണ്. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഈ റിസൾട്ട് നേരെ തിരിച്ചു വരാനായിട്ട്, അതായത് 99 98 97 96 പിന്നെ 94 93 92 91 89 ഇങ്ങനെ തിരിച്ചു വരുവാനുള്ള പ്രോഗ്രാം എഴുതി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറയാം.